വളരെ ആവറേജ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി പിന്നെ വന്ന ഒരു ദിനമായിരുന്നു. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയം തന്നെയാണ്. നങ്കൂരമിട്ട് അവർ കളിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരിക്കും ഇന്ത്യ മനസ്സിലാക്കേണ്ടിയിരുന്നു. നമ്പർ 1 സ്പിന്നറായ ജഡേജ അടുത്ത ആൾക്ക് പിന്നെ ആ ഒരു പൊസിഷൻ കൊടുക്കുന്നു. അദ്ദേഹം ബോളിങ്ങിനേക്കാൾ ബാറ്റിംഗ് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ജഡേജയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. സരൺഷ് ജെയിന് നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വന്നില്ല എന്നാണ്. ഷമി ഉണ്ടായിരുന്നെങ്കിൽ, ഭുവനേശ്വർ കുമാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. ജസ്പ്രീത് ബുംറ എത്ര കാലം അവൈലബിൾ ആവും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അടുത്ത മാസം IPL വന്ന ഇവരെ പരിക്കുകളൊക്കെ മാറുന്ന പരിഹസിച്ച് പറയാറുണ്ട്. നമസ്കാരം, ട്രാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ സമീർ പിലാക്കൽ, ജസീം PT. സുകുമാരക്കുറുപ്പിനെ ഏതാണ്ട് 42 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണിത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സമയങ്ങൾക്കിടയിലും ഈ 42 വർഷങ്ങൾക്കിടയിലും അദ്ദേഹം കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും ഇതിനൊപ്പം വരുന്നുണ്ട്. അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം 4-ാം ദിവസം ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് മത്സരത്തിൽ ആ സമയത്ത് തന്നെ 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റുകൾ ശ്രീലങ്കയുടേതായി നഷ്ടപ്പെട്ടിരുന്നു. 5-ാം ദിനത്തിലേക്ക് വരുമ്പോൾ വെറും 4 വിക്കറ്റ് മാത്രമായിരുന്നു ഇന്ത്യക്ക് എടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യക്ക് വെറും 3 വിക്കറ്റുകൾ മാത്രമാണ് ഒരു ദിവസം മുഴുവനും പന്തെറിഞ്ഞിട്ടും എടുക്കാൻ സാധിച്ചത്. അവരുടെ സോനൽ വീണ്ടും സെഞ്ചുറി അടിക്കുകയുണ്ടായി. അതിനൊപ്പം തന്നെ 4-ാം ദിവസം കളി അവസാനിച്ചപ്പോഴുള്ള ഒരു വിൻ പ്രഡിക്ഷൻ, ക്രിക്കറ്റ് ഇൻഫോ നടത്തിയ ഒരു വിൻ പ്രഡിക്ഷനിൽ 80% ഇന്ത്യ ജയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1% ശ്രീലങ്ക ജയിക്കുമെന്ന് പറഞ്ഞത്. 19% പേർ ഈ മത്സരം ഒരു സമനിലയായി മാറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കളി അവസാനിച്ചപ്പോൾ, 5-ാം ദിനം കളി ഏതാണ്ട് അവസാനിച്ചപ്പോൾ ശ്രീലങ്ക വിജയത്തോളം പോകുന്ന ഒരു സമനിലയിലേക്ക് എത്തുന്നു. 19%, 80-ലധികം ശതമാനമുള്ള അല്ലെങ്കിൽ 100% സമനിലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശ്രീലങ്കയുടെ അവസാന 3-4 ബാറ്റ്സ്മാൻമാർ അവർ എല്ലാം മറന്നുകൊണ്ട്, കൈമേയ് മറന്നുകൊണ്ട് അധ്വാനിച്ചു. അവർ വിജയത്തോളം പോകുന്ന ഒരു സമനിലയിലേക്ക് എത്തി. സമീർ, ഈ സമനിലയെ എങ്ങനെ കാണും? ശ്രീലങ്ക ജയിച്ചതായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു സമനിലയാണോ? എന്താണ് ശ്രീലങ്കയുടെ പെർഫോമൻസ്? തീർച്ചയായും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഓവർ കോൺഫിഡൻസിന് കിട്ടിയ ഒരു അടിയായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിനെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 503 റൺസ് എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടോട്ടൽ ഉയർത്തുന്നു. 9 വിക്കറ്റ് നഷ്ടത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. ശരിയാണ്, ഇന്ത്യയുടെ എല്ലാ ബാറ്റർമാരും പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അത്. ഇപ്പോൾ KL രാഹുൽ ഒഴികെ ടോപ്പ് 7 എല്ലാവരും 40+ എടുത്തു. ദേവദത്ത് പടിക്കൽ ആദ്യ ടെസ്റ്റിൽ അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിന് പിന്നാലെ ധ്രുവൽ ജുറലും സെഞ്ചുറി അടിച്ചു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ജുറൽ ഡെലിവർ ചെയ്യുന്നത്. ശുഭ്മൻ ഗില്ല് അർദ്ധ സെഞ്ചുറി നേടുന്നു. ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി നേടുന്നു. ജയ്സ്വാളും ജഡേജയും ഒക്കെ 40+ നേടുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പെട്ടെന്ന് തീരും, ഒരു ഇന്നിങ്സ് വിജയമാണ് നമ്മളെ മുമ്പിലുണ്ടാകുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രീലങ്ക 1-ാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിക്കുന്നു. 290 റൺസിന് അവർ ഓൾ ഔട്ടാകുന്നു. അവിടെയും ഈ സോണാൽ ദിനുഷിൻ്റെ കാര്യം പറയുമ്പോഴാണ്, അഥവാ ഈ 290 റൺസിന് ഓൾ ഔട്ടായി 13 റൺസിന് ഫോളോ ഓൺ വഴങ്ങുമ്പോൾ പോലും അവിടെ സോണാൽ ദിനുഷിൻ്റെ ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ട്. അഥവാ 173 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക 1-ാം ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഒരു 3 വാലറ്റക്കാരെ ചേർത്ത് പിടിച്ചിട്ട് സോണാൽ ദിനുഷ ഒരു വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നതും പക്ഷേ 13 റൺസിന് അകലെ ഫോളോ ഓൺ വഴങ്ങുന്നതും നമ്മൾ കണ്ടു. പക്ഷേ 2-ാം ഇന്നിങ്സിലും സോണാൽ ദിനുഷൻ്റെ ആ ഒരു മികവ് ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും സെഞ്ചുറി അടിക്കുകയാണ്. പാളിയതെന്ന് പറയുകയാണെങ്കിൽ മീൻസ് ശ്രീലങ്കൻ താരങ്ങളൊക്കെ സ്പിന്നർമാരെ വളരെ നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ജഡേജയുടെ കാര്യം, ജഡേജ എന്ന് ഒരുപാട് നാണക്കേടിൻ്റെ റെക്കോർഡുകൾ കൂടി എഴുതി ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം. 88 നോ ബോളുകളാണ് ഈ ഒരു 2021 ശേഷം ജഡേജ എറിഞ്ഞത്. ഇപ്പോൾ പുതിയ വന്ന സാരാൻസ് ജെയിൻ ആണെങ്കിലും നോ ബോൾ എറിയുന്നുണ്ടായിരുന്നു. സുധർ മാത്രമാണ് ഒരു US സ്പിന്നർ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രകടനത്തിനനുസരിച്ചുള്ള ഒരു കഴിവ് തെളിയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പേസർമാർ ഡെലിവർ ചെയ്യുന്നില്ല എന്നുള്ള സാധനമാണ്. ഇപ്പോൾ MSK പല സമയത്ത് പറയുന്ന ഒരു സാധനമായ കോട്ടയാണ്. അഥവാ നമ്മൾ സ്വർണ്ണ പെട്ടിയിൽ ചില്ലറിട്ട് വെച്ച ഷമിയും ഭുവനേശ്വറും ബുംറ അവിടെ പരിക്കാണ്. അപ്പോൾ അവരൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇനി അടുത്ത ന്യൂസിലാൻഡ് സീരീസ്, അപ്പോൾ അവരൊന്നും ഇല്ലാതെ ഇനി ഒരു ന്യൂസിലാൻഡ് സീരീസ്, ഓസീസ് സീരീസൊക്കെയാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ അവരില്ലാതെ നമുക്ക് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. പിന്നെ ഈ ദിനുഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ ദിനുഷ, ഡിക്വെല്ല, ധനഞ്ജയ സിൽവയൊക്കെ ആയിരുന്നു നന്നായിട്ട് കളിച്ചിരുന്നത്. പക്ഷേ രണ്ടാമത്തിലേക്ക് വരുമ്പോൾ സിന്ധു ഒക്കെ 2-ാം ടെസ്റ്റിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്.
ആണെങ്കിലൊക്കെ ശ്രീലങ്കയുടെ എല്ലാ ബാറ്റർമാരും ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ നന്നായിട്ട് ഡെലിവർ ചെയ്തു വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പേസർമാരുടെ ഇന്ത്യൻ പേസർമാർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റിൽ കണ്ടൊരു വ്യത്യാസം എന്നായിട്ട് എനിക്ക് തോന്നിയത്. ഇന്ത്യൻ ബോളിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് സമീർ പറയുന്നത്. അതായത് ഇന്ത്യൻ ബോളേഴ്സിൻ്റെ പേസർമാർക്ക് നന്നായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ സ്പിന്നേഴ്സ് ജഡേജ എസ്പെഷ്യലി ഒരുപാട് നോ ബോളുകൾ എറിഞ്ഞു. സാരാൻഷ് ജെയിൻ അദ്ദേഹം ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കുന്ന അദ്ദേഹം പോലും 6 നോ ബോളുകൾ ഈ മത്സരത്തിൽ എറിഞ്ഞു എന്നാണ് സമീർ പറയുന്നത്. അപ്പോൾ ബോളർമാരുടെ പിന്നെ ആ ഒരു മോശം ഫോമാണോ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് മത്സരം ജയിക്കാൻ കഴിയാതെ പോയത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ സമീർ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ആ കാര്യങ്ങൾ. ഇപ്പോൾ ബോളർമാർ ഈ ഓവർ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് വീഴ്ത്താൻ പറ്റാത്ത വിക്കറ്റുകളായിരുന്നില്ലല്ലോ ശരിക്കും ഇന്നലത്തെ ആ ഒരു 6 വിക്കറ്റ് നേരത്തെ പറഞ്ഞാണ്. ഇന്ന് വെറും 3 വിക്കറ്റ് നമുക്ക് വീഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ ബൗളിംഗ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ദിവസം മുഴുവൻ നമ്മൾ കളിച്ചിട്ടും വെറും 3 വിക്കറ്റ്. അപ്പോൾ ഈ നങ്കൂരമിട്ട് അവർ കളിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരിക്കും ഇന്ത്യ മനസ്സിലാക്കേണ്ടിയിരുന്നു. കാരണം അവിടെ പിന്നെ ഒരു പ്രധാനപ്പെട്ട താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സോണാലിനെ പോലെയുള്ള താരങ്ങളെ ഇന്ത്യ നേരത്തെ തന്നെ പഠിച്ച് മനസ്സിലാക്കേണ്ട. കാരണം അദ്ദേഹം 1ാം ഇന്നിങ്സിൽ തന്നെ സെഞ്ചുറി അടിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഗംഭീരമായ ഒരു 80 റൺസ് പ്ലസ് റൺസ് വരുന്നു. അങ്ങനെയുള്ളൊരു സോണൽ അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഗംഭീരമായിട്ട് അവിടെ നങ്കൂരമായിട്ട് കളിക്കുന്നു പറയുന്ന ടെസ്റ്റിൽ എങ്ങനെയാണോ കളിക്കേണ്ടത് ആ കളി കളിക്കും എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷേ സോണലിനെതിരെ ഒരു പ്ലാൻ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. അതായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒരു കാരണം തോന്നുന്നു. സ്വാഭാവികം. അതുകൊണ്ടായിരിക്കും ഇന്ത്യക്ക് ആ ഒരു വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതെ. പിന്നെ അതുമല്ല കേട്ടോ, അവരെ പിന്നെ ലാഹിരു കുമാര ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ അതായത് വാലറ്റത്തേക്ക് വരുമ്പോഴും അവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ പിന്നെ അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. അത് വാലറ്റത്ത് തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ടെസ്റ്റിലാണെങ്കിൽ ആദ്യത്തെ 6 ബാറ്റർമാർ ശ്രീലങ്കയുടേത് 20 പോലും കടക്കാത്ത 2 ഇന്നിങ്സുകളാണ് ഉണ്ടായത്. പക്ഷേ ആദ്യ ടെസ്റ്റിൽ ഈ മുൻനിര ബാറ്റർമാരും ഫോമായി. അതോടുകൂടിയിട്ട് ഈ വാലറ്റക്കാരെയും പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ ലാഹിരു കുമാരൊക്കെ 90 ബോൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേശര അനുവാദൊക്കെ 150 ബോൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നിൽക്കുന്നവരൊക്കെ അത്യാവശ്യം അവിടെ ബോൾ ഹോൾഡ് ചെയ്ത് അവിടെ കളിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സോണലിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോണലിൻ്റെ അദ്ദേഹം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു താരങ്ങളും അതോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട്, അതായത് ഇന്ത്യ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തോറ്റ മത്സരം എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലാണ്. ശരിക്ക് അവർക്ക് ജയത്തോളം പോകുന്ന ഒരു പിന്നെ സമനിലയാണല്ലോ ഇപ്പോൾ ഈ ഒരു മത്സരത്തെ നമ്മൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ശരിക്കും അത് തോൽവിയാണ്. കാരണം ഗാല ടെസ്റ്റിൽ ഇന്ത്യ നല്ല വിജയമൊക്കെ വിജയിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക വരികയാണെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് അവരുടെ പ്രതിസന്ധികളെ മറികടന്ന് അവർക്കുള്ള ആത്മവിശ്വാസം ഉണ്ടായില്ല. കാരണം ഞാൻ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴേ ആദ്യം നമ്മൾ പിന്നെ പറയേണ്ടത് അവരുടെ തുടക്കം ശരിക്ക് ഒന്ന് പാളിയ തുടക്കം തന്നെയായിരുന്നു. അതായത് ലാഹിരു ഉദാരയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പുറത്താവുകയാണ്. അതായത് ആദ്യ ഇന്നിങ്സിൽ അവർ പതറുന്നു, 2ാം ഇന്നിങ്സിലും അവർ പതറുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്നാണ് പിന്നെ ആ ടീം കരകയറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പോൾ നമ്മുടെ 2 അരങ്ങേറ്റക്കാർ ഈ ഒരു മത്സരത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അത് ഒന്ന് ഇന്ത്യയുടെ സാരാൻഷ് ജെയിന് നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ആ കളി വരുമ്പോൾ. അതുപോലെ തന്നെ കാമിൽ മിശ്ര എന്നുള്ള ഒരു താരമാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടിയും ഈ ഒരു ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ മത്സരത്തിലേക്ക് തിളങ്ങാനായില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സാരാൻഷ് ജെയിനെ നമ്മൾ ഇന്ത്യ വേണ്ട വിധത്തിൽ ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ സാരാൻഷ് ജെയിൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും വരാനിരിക്കുന്നത്. ആക്ച്വലി സാരാൻഷ് ജെയിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി കുൽദീപിനെ പോലുള്ള സ്പിന്നേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ അക്ഷർ പട്ടേലിനെ പോലുള്ള സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു വേറെന്തൊക്കെയോ റിവാർഡായിട്ട് കിട്ടിയൊരു അവസരമായിട്ടാണ് ഈ 33ാം വയസ്സിലുള്ള അരങ്ങേറ്റം തോന്നുന്നു. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ക്യാപ്റ്റൻ ക്ലൂലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നു. ഈ 5ാം ദിവസം വെറും 4 വിക്കറ്റ് എറിഞ്ഞിടുക എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പിന്നെ ഫീൽഡിംഗ് വിന്യാസം, ക്യാപ്റ്റൻസി ബ്രില്യൻസ് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം ആകുമ്പോൾ ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റോട് കൂടിയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന വിരാട് കോഹ്ലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി എന്തുകൊണ്ടാണ് ടെസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആകുന്നത് എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കാലഘട്ടത്തിൽ. അദ്ദേഹം 5ാം ദിവസമാണെങ്കിലും 4ാം ദിവസമാണെങ്കിലും ഒക്കെ ആക്രമിച്ചുകൊണ്ട് തന്നെ കളിക്കുക. അവസാന ദിവസം പിന്നെ ഇതിൽ
ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടത് അവരിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ബോളേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. അതായത് ക്ലോസ് ഇൻ ഫീൽഡേഴ്സ് ഒരു ഘട്ടത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ലെഗ് സ്ലിപ്പ് ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് സ്ലിപ്പ് ഉണ്ടായിരുന്നില്ല, ക്ലോസ് ഇൻ ഫീൽഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പിന്നേഴ്സ് എറിയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്നുള്ളത് ഈ ക്ലോസ് ഫീൽഡേഴ്സ് എപ്പോഴും അവരുടെ ചുറ്റുമുണ്ടാകും, ഒരു എഡ്ജ് ക്യാച്ച് ചെയ്യാം എന്ന രീതിയിൽ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ശുഭ്മാൻ ഗിൽ പരീക്ഷിച്ചത് 3-4 ഓവറുകൾ സ്പിന്നേഴ്സിന് കൊടുക്കുന്നു, പിന്നെ അവരെ മാറ്റുന്നു. വളരെ ചെറിയ ചെറിയ സ്പെല്ലുകളാണ് ഈ മത്സരത്തിലാകെ അദ്ദേഹം ബോളേഴ്സിനെ കൊണ്ട് എറിയിച്ചത്. സ്പിന്നേഴ്സിന് ലോങ് സ്പെൽ കൊടുത്തിട്ടുള്ള ഒരുപാട്, പിന്നെ ഇനി ഇപ്പോൾ അശ്വിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 30-35 ഓവറൊക്കെ 30-20 ഓവറുകൾ കണ്ടിന്യൂസ് ആയിട്ട് എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ശുഭ്മാൻ ഗിൽ പരീക്ഷിച്ചത് ഭയങ്കര ഡിഫൻസീവായിട്ടുള്ളൊരു ക്യാപ്റ്റനായി മാറുകയാണ് ചെയ്തത്. ക്ലോസ് ഇൻ ഫീൽഡേഴ്സിനെ വെക്കുന്നില്ല, അതിനൊപ്പം അറ്റാക്കിംഗ് ഫീൽഡിംഗ് വിന്യാസമേ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഒരു മഹത്വം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മത്സരത്തിൽ തന്നെ പല പ്രാവശ്യം ശുഭ്മാൻ ഗിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു, കുറേ സമയം അവിടെ ഇരിക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഒരു ക്യാപ്റ്റൻ അവിടെ ഇല്ലാത്ത ഒരു ഫീലാണ് നമുക്കുണ്ടായത്. രവീന്ദ്ര ജഡേജ പന്തെറിയുന്ന സമയത്ത് പോലും രവീന്ദ്ര ജഡേജ ഫസ്റ്റ് സ്ലിപ്പിന് പറയുമ്പോൾ ക്യാപ്റ്റൻ പറയാണ് ഫസ്റ്റ് സ്ലിപ്പൊന്നും വേണ്ട. ഓൾറെഡി 5-ാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇന്ത്യ ഇതൊരു സമനില മതി എന്ന രീതിയിൽ തീരുമാനിച്ചുറച്ച പോലുള്ള ഒരു ഇറങ്ങലാണ് ഇന്ത്യ ഈ 5-ാം ദിവസം ഇറങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മുഖഭാവം കണ്ടാലും അങ്ങനെ മനസ്സിലാവും, ഒരു സമനില മതി, ജയിക്കണ്ട എന്നുള്ള രീതിയിൽ. കാരണം ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ സോണലിൽ ഇന്ന് ഇറങ്ങുമ്പോൾ ആകെയുള്ള റൺസ് എത്ര അറിയോ? ഇന്നലെ കളി അവസാനം 7 റൺസ് മാത്രമേ ഉള്ളൂ. ആ ഒരു സോണലിൽ ഇറങ്ങിയിട്ടാണ് ഇന്ന് ആ രീതിയിലേക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത്. അവരെ ഇന്ത്യ പിന്നെ പരാജയപ്പെടാൻ കഴിയില്ല, അവർക്ക് സമനില വേണമെന്നുള്ള ഒരു ആഗ്രഹം. ഇന്ത്യക്ക് ഇന്ന് കിട്ടിയ സമനില മതി. അവസാനം ഈ ഗില്ലിന്റെ ഒക്കെ ഒരു മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. അവരെ ഒരു ഭയങ്കര കൂളായിട്ട് അവർ ആ രീതിയിൽ കളിക്കുകയാണ്. അതായത് ഒരു ജയിക്കാൻ, കാരണം ഇന്ത്യക്ക് ജയിക്കാവുന്ന ഒരു മത്സരമാണല്ലോ ശരിക്ക്. ആ രീതിയിൽ ഇന്നത്തെ മത്സരം രാവിലെ തന്നെ ആ ഒരു ഫസ്റ്റ് സെഷനിൽ തന്നെ ഒന്നുകിൽ ഇന്ത്യക്ക് നോർമലി വേറെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ശുഭ്മാൻ ഗില്ലിന് പകരം മറ്റേ ആൻഡേഴ്സൺ ട്രോഫിക്കൊക്കെ നന്നായിട്ട് ഡെലിവർ ചെയ്ത ഒരു ക്യാപ്റ്റൻ ജഡേജ പന്തെറിയുമ്പോൾ താരങ്ങൾക്കും വിക്കറ്റ് കിട്ടണം എന്നൊന്നും വലിയ ആഗ്രഹമില്ല. റൺസ് ഒന്നും വല്ല ഇങ്ങനെ ഏഞ്ഞ് പോയാൽ മതി എന്നുള്ളൊരു ആദ്യം തന്നെ 5-ാം ദിവസം തുടങ്ങുമ്പോൾ തന്നെ സമനില മതി എന്ന് മനസ്സിൽ പിന്നെ നിശ്ചയിച്ചുറപ്പിച്ച പോലുള്ള ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. ഈ പരമ്പരയുടെ ഒരു പ്രത്യേകത കൂടിയാണോ? കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണത്. ആദ്യത്തെ മത്സരം ഇന്ത്യ ജയിക്കുന്നു, അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ മത്സരം സമനിലയാണെങ്കിൽ പോലും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൽ സമനില പിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തണമെങ്കിൽ ജയിക്കണമായിരുന്നു. പക്ഷെ അത് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഈ മത്സരത്തിൽ നമ്മളത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഒരാളിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സോണലിനെതിരെയൊക്കെ ഒരു തന്ത്രം പോലും ഉണ്ടായിരുന്നില്ല. സോണൽ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിൽ ഒരു വലിയ കണ്ടെത്തലാണ്. അരവിന്ദ് ഡിസിൽവയ്ക്ക് ശേഷം കുമാർ സംഗക്കരയ്ക്ക് ശേഷം ഒരു മിനി കുമാർ സംഗക്കര എന്ന് തന്നെ വിളിക്കാം അദ്ദേഹത്തെ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെലിവർ ചെയ്യുകയാണ്. 4 ഇന്നിങ്സിൽ അദ്ദേഹത്തിന് പുറത്താക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സാധിച്ചോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം വളരെ പിന്നെ കാം ആൻഡ് ക്വയറ്റായിട്ട്, അതും 6-ാമനായിട്ടും 7-ാമനായിട്ടൊക്കെ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാനാണ്. സോണാലാണെങ്കിൽ ഈ 2 ടെസ്റ്റിൽ മാത്രമേ 200+ ബോളുകളാണ് നേരിട്ടുള്ളത്. ഈ ലോവർ ഓർഡറിൽ 2 ടെസ്റ്റിലും സെഞ്ചുറി നേടിയ, ഇതുപോലെ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം കൂടിയായിരുന്നു. 3 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം കൂടിയാണ്. മത്സരത്തിലെ താരം അദ്ദേഹം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഇപ്പോൾ കുമാർ സംഗാക്കരയും അരവിന്ദ് ഡിസിൽവയൊക്കെ ഇതിനു മുമ്പ്, കുമാർ സംഗാക്കര 2 പ്രാവശ്യം 2 സെഞ്ചുറികൾ ഒരു ടെസ്റ്റിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അതിനുശേഷം ശ്രീലങ്കയ്ക്ക് വേണ്ടി ഇങ്ങനെ തുടർച്ചയായിട്ട് 2 സെഞ്ചുറികൾ ഒരു ടെസ്റ്റിൽ തന്നെ നേടുന്ന ഒരു താരമായി മാറി ഇരിക്കുകയാണ്. അതായത് 2015 ശേഷം ഇതേപോലെ 6-ാമനായിട്ടോ 7-ാമനായിട്ടോ ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ അടിച്ചിട്ടുള്ള ആളുടെ ലിസ്റ്റിൽ ഇദ്ദേഹം ശ്രീലങ്കയുടെ ലിസ്റ്റിൽ 3 സെഞ്ചുറികളുമായി 1ാമത് നിൽക്കുകയാണ്. മറ്റു പലരും 1 സെഞ്ചുറി മാത്രമാണ് 6-ാമനായിട്ടും 7-ാമനായിട്ടൊക്കെ ഇറങ്ങിയിട്ട് അടിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യക്കെതിരെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ള 2 ടെസ്റ്റ് മാത്രമായിരുന്നു. ബാക്കി 2 ടെസ്റ്റുകൾ, അതായത് 4ാമത്തെ മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മത്സരമായിരുന്നു ഇന്നത്തോടു കൂടി അവസാനിച്ചതെന്നുള്ളതാണ്. അതിലാണ് ആളെ ബാറ്റിംഗ് ആവറേജ് നിൽക്കുന്നത് 85-ലാണ്. തീർച്ചയായിട്ടും. ശ്രീലങ്ക പിന്നെ മാത്രമല്ല ഇന്ത്യൻ ബോളേഴ്സും അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹം കുറച്ചുകൂടി ഷോർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇന്ത്യൻ ബോളേഴ്സിൽ ഒരാൾക്ക് പോലും വിക്കറ്റ് എടുക്കാൻ വലിയ താല്പര്യമുള്ളതായിട്ട് കണ്ടിട്ടില്ല. പ്രസിദ്ധ് കൃഷി ആവട്ടെ, സിറാജ് ആവട്ടെ. സിറാജിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആരും വാലറ്റക്കാർ ഉള്ള സമയത്ത് പോലും വെറുതെ ബൗൺസർ എറിഞ്ഞിട്ട് അവർ കുനിയുന്നു, പിന്നെ വിക്കറ്റ് കീപ്പറിലേക്ക് എത്തുന്നു, അനാവശ്യമായ കുറേ ബൗൺസർ എറിയുന്നു എന്നല്ലാതെ ഒരു വിക്കറ്റ് എറിയാനുള്ള ഒരു ശ്രമം അവസാന വാലറ്റക്കാർക്കെതിരെ ഇന്ത്യൻ പേസർമാർ നടത്തിയിട്ടില്ല. ഈവൻ മാനവ് സുധർക്ക് വിക്കറ്റ് കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം പോലും പല സമയത്തും ലെഗ് സൈഡിഷായിട്ട് പന്തെറിയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബോളേഴ്സിന് വിക്കറ്റ് എടുക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. രവീന്ദ്ര ജഡേജയുടെ കേസ് നേരത്തെ സമീർ പറഞ്ഞു, 88 നോബോളാണ് 2021 ശേഷം അദ്ദേഹം എറിഞ്ഞിട്ടുള്ളത്. 88 എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് നൊമാൻ അലി എന്ന പാകിസ്ഥാൻ്റെ ബോളറാണ് തൊട്ട് താഴെയുള്ള നോബോൾ എറിഞ്ഞത്. അദ്ദേഹം 40 നോബോളുകളാണ് എറിഞ്ഞത്.
40 നോ ബോളുകൾ ഈ 6 വർഷത്തിനിടയിൽ 40 നോ ബോളുകൾ എറിഞ്ഞ നൊമാൻ അലിക്ക് മുന്നിലായിട്ട് അതിന്റെ ഇരട്ടിയിലും പിന്നെ ഒരു ഈ സ്പിന്നർമാരെന്ന് പറഞ്ഞ പേസർമാർക്ക് ഓടി വരുമ്പോൾ പേസിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഓവർ സ്റ്റെപ്പ് ആണെന്ന് പറയാം. സ്പിന്നർ എങ്ങനെയാണ് ഇത് അതെ, സംഭവിക്കുന്നത്? ജഡേജ ഇത് ഇവിടുന്ന് ഇത്രയല്ലേ ദൂരം എത്ര സ്റ്റെപ്പല്ലേ എടുക്കുന്നുള്ളൂ. ഈ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നോ ബോളിൽ ഒരു സ്പിന്നർ എറിയുക എന്നുള്ളത് അതൊരു വലിയൊരു ക്രൈമാണ്, അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. കാരണം ഒരിക്കലും അങ്ങനെ എറിയുക എന്ന് പറയുമ്പോൾ 88 നോ ബോളുകൾ എറിയുന്നു. കഴിഞ്ഞ ഗലേ ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഒരു പന്തിൽ പിന്നെ ധനഞ്ജയ ഡിസിൽവ പിന്നെ ഔട്ടായിരുന്നു, പക്ഷെ അത് നോ ബോളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആ സംബന്ധിച്ചിടത്തോളം കളിയിലാണ് സിൽവ 80ഓളം റൺസ് എടുത്തിട്ടാണ് പിന്നെ പുറത്താവുന്നത്. അതെ. അപ്പോൾ ഈ ജഡേജയെ പോലത്തെ ഒരു സീനിയർ പ്ലെയർ, കഴിഞ്ഞ ജഡേജയ്ക്ക് ഇന്ന് 3 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജഡേജ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക റോൾ എന്നുള്ളത് അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. പക്ഷേ വിക്കറ്റുകൾ എടുക്കാൻ പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത്ര എബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം പന്തുകൾ എറിയുന്നത് ജസ്റ്റ് പിന്നെ ഓവറുകൾ കഴിഞ്ഞു പോവുക, വിക്കറ്റ് റൺഒഴുക്ക് തടയുക എന്ന രീതിയിൽ മാത്രം പന്തെറിയുന്ന ഒരു ജഡേജയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ബാറ്റിങ്ങിൽ 400-500 റൺസൊക്കെ ഒരു സീരീസിൽ എടുക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാം രവിചന്ദ്ര അശ്വിൻ വിരമിച്ച ഒഴിവിൽ അദ്ദേഹമാണ് ഇന്ത്യയുടെ നമ്പർ 1 സ്പിന്നർ. പക്ഷേ വിക്കറ്റ് എടുക്കുന്നത് മാനവ് സൂത്രയ്ക്കാണ്. ഇന്നലെ വന്ന് മാനവ് സൂത്രയ്ക്കാണ് വിക്കറ്റ് എടുക്കുന്നത്. ജഡേജ എപ്പോഴും ഒരു രണ്ടാമനായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജഡേജ ശരിക്കും പിന്നെ അശ്വിൻ്റെ ആ ഒരു ഷൂവിലേക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒന്നാമതായിട്ട് നിൽക്കേണ്ട ഒരു മനുഷ്യൻ വീണ്ടും പുറകിലേക്ക് ചില ക്യൂല് നമ്മളിപ്പം ദേശീയ ഗാനമൊക്കെ ആലപിക്കുന്ന സമയത്ത് സ്കൂളിലെ കുട്ടികളിങ്ങനെ പുറകിലേക്ക് പിന്നെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവസാനം കയറാമെന്നുള്ളൊരു ലൈനിൽ, അപ്പോൾ ആ ലൈനിലൊക്കെയാണ് ജഡേജയുടെ ഇപ്പം നമ്പർ 1 സ്പിന്നറായ ജഡേജ അടുത്ത ആൾക്ക് പിന്നെ ആ ഒരു പൊസിഷൻ കൊടുക്കുന്നു. അദ്ദേഹം ബോളിങ്ങിനേക്കാൾ ബാറ്റിംഗ് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ജഡേജയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പിന്നെ ഡ്രോബാക്ക് തന്നെയാണ്. അപ്പം അതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അക്ഷർ പട്ടേലൊക്കെ നന്നായിട്ട് ഡെലിവർ ചെയ്തായിരുന്നു, പക്ഷേ ഈ ടീം അവൻ മാറ്റി നിർത്തുന്നു എന്നുള്ള സംഭവം. അപ്പോൾ സിറാജിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ബുംറ ഇല്ലാത്ത സമയത്താണ് സിറാജ് ഒന്നുകൂടി തിളങ്ങുക എന്നുള്ളത്. പക്ഷെ ബുംറ ഇല്ലാത്ത സമയത്ത് സിറാജ് അവസരത്തില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനിയുള്ള ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ സീരീസിൽ ഷമി, ഭുവനേശ്വർ അവരൊക്കെ തിരികെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതായത് ഇതിൽ നോബോളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി വിട്ടുപോയി. കാരണം വേൾഡിലെ സ്പിന്നേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു നോബോൾ പോലും എറിയാത്തൊരു മനുഷ്യൻ കൂടിയുണ്ട്. നദാൻ ലിയോൺ എന്ന ഓസ്ട്രേലിയൻ സ്പിന്നർ. അദ്ദേഹത്തിന് 400-ലധികം വിക്കറ്റ് ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് 35,500-ലധികം പന്തുകൾ അദ്ദേഹം എറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ അദ്ദേഹം ഒരു നോ ബോൾ പോലും എറിഞ്ഞിട്ടില്ല. അദ്ദേഹം അത്രയും ആക്യുറസി, അതായത് ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നോ ബോൾ ആവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ജസ്റ്റ് ലൈൻ നോക്കാൻ പോലുള്ള ഒരു സാഹചര്യം, അത്രയും സമയമുണ്ടല്ലോ. അപ്പോൾ ജഡേജയെ പോലുള്ള ഒരാൾ ഇത്രയും നോ ബോളുകൾ എറിയുന്നു. സാരാംശ് പോലും ഇന്ന് 6 നോ ബോളുകൾ എറിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ബോളേഴ്സ് മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ ഒരു ദിനമായിരുന്നു. ക്യാപ്റ്റൻസി പരാജയപ്പെട്ട, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ വളരെ ആവറേജ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി പിന്നെ വന്ന ഒരു ദിനമായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ബോളേഴ്സ്, വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ബുംറ ഉണ്ടായിരുന്നെങ്കിൽ, ഷമി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പരിതപിക്കേണ്ട ഒരു അവസ്ഥയാണ്. കുൽദീപ് യാദവിൻ്റെ ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിന് പനിയാണെന്ന് 2 അഭിപ്രായങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാറ്റിയെടുത്തപ്പോൾ. ശരിക്കും കുൽദീപ് യാദവ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നാ MSK തോന്നുന്നത്? കുൽദീപ് യാദവ് ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സാരാംശിന് അദ്ദേഹത്തിന് പകരമാണല്ലോ സാരാംശ് എത്തുന്നത്. കുൽദീപ് കുറച്ചുകൂടി വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കുൽദീപിന് ഒരു അഗ്രസീവ് സ്റ്റൈലുണ്ട്. കുൽദീപ് ബേസിക്കലി ഒരു ടെസ്റ്റ് ബോളർ എന്നതിനേക്കാൾ ഉപരി ഒരു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലാണ് അദ്ദേഹത്തെ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞിട്ടുണ്ട്. കുൽദീപിൻ്റെ സാരാംശ് ജെയിനാവട്ടെ മാനവ് സൂത്ര ആവട്ടെ അവരെക്കാളൊക്കെ വൈവിധ്യവും അവരെക്കാളൊക്കെ പിന്നെ അങ്ങനെയുള്ള പന്തുകളുടെ ഒരു കമനീയ ശേഖരമുള്ള ഒരു മനുഷ്യനാണ് കുൽദീപ് യാദവ്. അപ്പോൾ കുൽദീപ് യാദവിനെ പിന്നെ മാറ്റി നിർത്തി എന്നുള്ള ഒരു ഫീലാണ് ഇതിനകത്തുണ്ടായത്. അപ്പോൾ BCCI അന്ന് വലിയ ചോദ്യങ്ങൾ വരുന്നു ആ കാര്യത്തിൽ അത് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് പനിയാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തെ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ ഗാല ടെസ്റ്റിൽ അദ്ദേഹം വലിയ പെർഫോമൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാറ്റിയതാണെന്നുള്ള വലിയ വിവാദങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് എനിക്ക് വരുന്ന ആ ഒരു ചോദ്യം BCCI നേരിടാനും കൂടി തയ്യാറെടുക്കണം എന്നുള്ളതാണ്. കാരണം അടുത്ത ടെസ്റ്റ് ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ സമ്മർദ്ദം വരാനൊക്കെ ഒരു സാധ്യത ഉള്ളത്. ന്യൂസിലാൻഡിനോട് സ്വന്തം മണ്ണിൽ 3-0 തോറ്റിട്ടാണ് നമ്മൾ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിൾ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ എത്തി നിൽക്കുകയാണ് ഒരു നിർണായക ഘട്ടത്തിൽ. അപ്പോൾ അത് അവരുടെ മണ്ണിലാണ്, അവരവിടെ നന്നായിട്ട് ഡെലിവർ ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓസ്ട്രേലിയക്കെതിരാണ് 5 ടെസ്റ്റ് കളിക്കേണ്ടത്. സോ ഇന്നത്തെ ശ്രീലങ്കയുടെ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു
ഒരു പോസിറ്റീവായി. അല്ല, ഇന്ന് ശരിക്കും ജയിച്ച് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിലേക്ക് ടെസ്റ്റ് പരമ്പരയ്ക്ക് പോകുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢി ഉണ്ടാവും. കാരണം ന്യൂസിലാൻഡിലെ ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പുലർച്ചെ 3:30 മണിക്ക് ആരംഭിക്കുന്നത്, നമ്മുടെ പുലർച്ചെ 3:30 മണിക്കൊക്കെ ആരംഭിക്കുന്നതാണ്. ന്യൂസിലാൻഡ് എപ്പോഴും പേസിനെ തുണക്കുന്ന പിച്ചുകളാണ്. നമുക്കറിയാം, ഇന്ത്യ തന്നെ 2003 സഹീർ ഖാനൊക്കെ വന്നിരുന്ന ഒരു സമയത്ത് 2 ടെസ്റ്റിൻ്റെ ഇന്നിങ്സിലും 99-നും 93-നൊക്കെ ഇന്ത്യ 99-ന് ഓൾ ഔട്ട് ആവുന്നു, ന്യൂസിലാൻഡ് 93-ന് ഓൾ ഔട്ട് ആവുന്നു. പിന്നെ അങ്ങനെ 100 റൺസിൻ്റെ ഉള്ളിൽ ഓൾ ഔട്ട് ആയ, നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഓൾ ഔട്ട് ആയിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പേസി പിച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വെല്ലുവിളി ഉണർത്തുന്ന പിച്ചുകൾ തന്നെയാണ്. ഒരു കാലത്ത് ആ രീതിയിൽ തന്നെ വന്നിരുന്ന പിച്ചുകളാണ്. പക്ഷേ ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരമ്പര കുറച്ചുകൂടി ഇന്ത്യൻ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി ദേവദത്ത് പടിക്കലിനെ പോലെ ഒരാൾ നമ്പർ 3 പൊസിഷനിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളത് നോക്കുമ്പം ഇന്ത്യക്ക് അതൊരു പോസിറ്റീവാണ്. എങ്കിൽ കൂടിയും നമ്മളിപ്പോഴും ഷമി ഉണ്ടായിരുന്നെങ്കിൽ, ഭുവനേശ്വർ കുമാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. ജസ്പ്രീത് ബുംറ എത്ര കാലം അവൈലബിൾ ആവും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം പല താരങ്ങളും ഇപ്പോൾ ബോളേഴ്സല്ലേ, നമുക്ക് അവർക്ക് അത്ര വിശ്രമം വേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ 200 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചത് പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ഇടയ്ക്കങ്ങനെ വിശ്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് 100-ഉം 120 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഒരുപാട് താരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജെയിംസ് ആൻഡേഴ്സൺ, അദ്ദേഹം 200ഓളം ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചതും ഏതാണ്ടൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ബുംറ എത്ര ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആവശ്യമോ അനാവശ്യമോ എന്നറിയില്ല, ഇത്രത്തോളം വർക്ക് ലോഡ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം NCAയിൽ NCAൻ്റെ അക്കാദമി ഡയറക്ടർമാരും മറ്റൊക്കെ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ശരിക്കും നടക്കുന്നൊരു സമയം കൂടിയാണ് തോന്നുന്നുണ്ട്. കാരണം ഷമിക്ക് വിശ്രമം അല്ലെങ്കിൽ ബുംറയ്ക്ക് വിശ്രമം, ഇതൊക്കെ ആവശ്യമുണ്ടോ അനാവശ്യമാണോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വിവാദങ്ങൾ അങ്ങനെയും കുറേ വരുന്നുണ്ട്. ശരിക്ക് NCAയിൽ നിന്ന് താരങ്ങളെ പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായിട്ടേ വിടുള്ളൂ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലക്ഷ്മൺ ഉൾപ്പെടെയുള്ളവരൊക്കെ വരുന്ന ആ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് കുറേ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ അവരൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ബുംറയ്ക്ക് വലിയ പരിക്കുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമാകാതെ പുറത്തു വിടാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ MSK പറഞ്ഞ പോലെ സച്ചിൻ പോലെയുള്ള താരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും മത്സരങ്ങൾ കളിക്കുന്നത്, അത്രയൊന്നും കളിയുന്ന ഇവർ കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വിശ്രമത്തിലും 2 തരം വിശ്രമമുണ്ട്. ഒന്ന് മാറ്റി നിർത്തൽ വിശ്രമം, പ്രിവിലേജ്ഡ് വിശ്രമമാണ് നമ്മളെ ബുംറയ്ക്കുള്ളത്. ഇതിനിടയ്ക്ക് ഹാർദിക് പാണ്ഡ്യ ബാംഗ്ലൂരിൽ അവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്തെന്നാണ് കേട്ടത്. കാരണം NCAൻ്റെ അടുത്ത് തന്നെ ഈ പരിക്കാണല്ലോ, അപ്പോൾ ഒരു കളി കഴിഞ്ഞ് പരിക്ക് ലൈനിൽ. അപ്പോൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയതാണ് പഴയ കാലത്തെ താരങ്ങൾ ഈ വർക്ക് ലോഡിന് എങ്ങനെയാണ്. ഇപ്പം ജെയിംസ് ആൻഡേഴ്സൺ, അദ്ദേഹത്തിൻ്റെ കരിയർ ശരിക്കും ഒരു ഉദാഹരണമാണ്. കാരണം അത്രയും ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു, അത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു കരിയർ ആയിരുന്നു. അതുപോലെ സ്റ്റുവർട്ട് ബ്രോഡ്, അവർക്കൊന്നും ഇത്രയധികം വിശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് MSK പറയുന്ന പോലെ നീണ്ട ഫോർമാറ്റുകളാണ് കൂടുതൽ. ഇന്നത്തെ പോലെ T20 അത് കഴിഞ്ഞ് വിശ്രമം, ആ സംഭവമൊന്നുമില്ല. 50 ഓവർ ടെസ്റ്റ്, 50 ഓവർ ടെസ്റ്റ്. മിച്ചൽ സ്റ്റാർക്ക് കാണുന്നില്ലേ, അപ്പം അവർക്കൊക്കെ വിശ്രമം. മിച്ചൽ സ്റ്റാർക്ക് ഇപ്പോഴും 3 ഫോർമാറ്റിലും കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അടുത്ത് മാത്രമാണ് അദ്ദേഹം ഒരു ഫോർമാറ്റിൽ നിന്ന് മാറി നിന്നത്. പക്ഷേ ഈ 35 വയസ്സ് വരെ അദ്ദേഹം 3 ഫോർമാറ്റിലും സജീവമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ്. വേൾഡ് കപ്പുകളിൽ കളിക്കുന്നു, ഏകദിനങ്ങളിൽ കളിക്കുന്നു, T20യിൽ കളിക്കുന്നു, ടെസ്റ്റിൽ കളിക്കുന്നു. അവർക്കൊന്നും ഇല്ലാത്തൊരു വിശ്രമം ബുംറയുടെ ആക്ഷനാണ് എന്ന് പറയുമെങ്കിലും, ആക്ഷൻ കൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണെന്ന് പറയുമെങ്കിലും ഈ വിശ്രമം കുറച്ച് കൂടുതലാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. ഗവാസ്കർ അടക്കമുള്ള മുൻതാരങ്ങൾ പറയുന്നൊരു സംഭവം. അഥവാ IPL ഇനി അടുത്ത മാസം IPL വന്നാൽ ഇവരെ പരിക്കുകളൊക്കെ മാറുന്ന പരിഹസിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ നാഷണൽ ടീമിനൊപ്പമുള്ള കളിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഫ്രാഞ്ചൈസി ലീഗുകൾ ചിലപ്പോൾ അവർ വിശ്രമം എടുക്കും, അവർ പോവാതിരിക്കും. പക്ഷേ ഇന്ത്യൻ താരങ്ങളെപ്പോഴും IPL-നാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സമയമാകുമ്പോൾ എല്ലാവരും പരിക്കുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നുള്ളതാണ്. ആണെങ്കിലും ഇതിൽ അതുപോലെ തന്നെ കേട്ടോ, ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ആശ്വസിക്കാനുള്ള വകുപ്പ് എന്നുള്ളത് ദേവദത്ത് പടിക്കലിനാണല്ലോ അല്ലേ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ 2 സെഞ്ചുറികളും മറ്റൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ്. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും അതുപോലെ തന്നെ സോണലാണ് ശരിക്കും ഈ ഒരു പരമ്പരയിൽ തിളങ്ങിയത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. മറ്റുള്ളവരൊക്കെ നമുക്കൊക്കെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ KL രാഹുലൊക്കെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചു പോയി, ചിലപ്പോൾ ഒരു നന്നായി സ്കോർ ചെയ്യുന്നൊക്കെ ഒരു പ്രതീക്ഷ. പക്ഷേ അദ്ദേഹത്തിനൊന്നും അവിടെ തിളങ്ങാൻ പറ്റില്ലെങ്കിൽ ദേവദത്ത് പടിക്കൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം
അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഇന്നിങ്സ് ഇന്ത്യക്ക് കിട്ടിയിരുന്നെങ്കിൽ പഠിക്കലിന് ഒരു 50th സെഞ്ചുറി കൂടി അടിക്കായിരുന്നു. നമ്മളെ മലയാളികൾക്കും ഒരു സന്തോഷിക്കാനുള്ള പക്ഷേ മറ്റു സന്തോഷിക്കാനുള്ളൊരു വക എന്നുള്ളത് പിന്നെ സന്തോഷിക്കാനുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ വേറെ തരത്തിൽ ചിന്തിക്കാനുള്ള വകയാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ പിന്നെ യുവതാരങ്ങൾ നല്ല സ്ലഡ്ജേഴ്സായി മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. യശസ്വി ജയ്സ്വാൾ പിന്നെ ശ്രീലങ്കൻ താരങ്ങളെ അങ്ങോട്ട് ചെന്ന് സ്ലഡ്ജ് ചെയ്യുന്നു, അതൊരു വലിയ വാർത്തയാകുന്നു. അത് കമന്റേറ്റർമാർ സഞ്ജയ് മഞ്ജുരേക്കർ അടക്കമുള്ള ഹർഷ അതിനെ എതിർക്കുന്നു. അപ്പം സാധാരണഗതിയിൽ അങ്ങനെയുള്ള പിന്നെ കമന്റേറ്റേഴ്സിനെ താരങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാറില്ല. പക്ഷെ ഇവിടെ ജയ്സ്വാൾ കൃത്യമായിട്ടും ഹർഷ ബോഗ്ലയെ ടാർഗറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, അജയ് ജഡേജ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പിന്നെ യശസ്വി ജയ്സ്വാൾ അങ്ങോട്ട് പറയുന്നതല്ല, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ താങ്ങാനും കൂടി കഴിയണം എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങോട്ട് അവർ പറയുമ്പോൾ അത് പ്രകോപനമാകണ്ട, അത് താങ്ങാനുള്ളൊരു ശേഷിയും കൂടി വേണം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ. അപ്പോൾ ജയ്സ്വാൾ ഒരു വേറെ തരത്തിൽ അദ്ദേഹം ഒരു പിന്നെ ഡിക്വലയുടെ ഒക്കെ വിക്കറ്റ് എടുക്കാനൊക്കെ സഹായിച്ചത് ഈ ഒരു പിന്നെ അതിനൊപ്പം പിന്നെ സർഫറാസും പാർട്ട് ടൈം പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ താരമാണ്. പക്ഷേ പല വിക്കറ്റിലും സർഫറാസിന്റെ പിന്നെ ഇതുപോലുള്ള കമന്റുകൾ, ഇതുപോലുള്ള പിന്നെ സ്ലെഡ്ജിങ്ങുകൾ വിക്കറ്റിനും കാരണമായിട്ടുണ്ട്. ഋഷഭ് പന്ത് നല്ലൊരു സ്ലെഡ്ജറാണ്. അവരുടെയൊക്കെ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ടുള്ള സ്ലെഡ്ജിങ് ആണെങ്കിൽ ക്രിക്കറ്റിന് അതൊരു രസകരമായ എന്റർടൈനർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് ഇനി പോകാനുള്ള ഓസീസ് മണ്ണിലേക്കാണ്, അവിടെയൊക്കെ സ്ലെഡ്ജിങ്ങിന്റെ പൂരായിരിക്കും. അതെ. ഇന്ത്യ ശ്രീലങ്ക പിന്നെ ടെസ്റ്റ് പരമ്പര എന്ന് പറയുമ്പോൾ ഇന്ത്യ 1-0 ഈ പരമ്പര നേടിയിരിക്കുകയാണ്. ഈ മത്സരം കൂടി ജയിച്ചിരുന്നെങ്കിൽ 2-0 ഇന്ത്യക്ക് ഈ പരമ്പര കുറച്ചുകൂടി ആധികാരികമായി സ്വന്തമാക്കാമായിരുന്നു. പക്ഷേ ഈ 5-ാം ദിനം ശ്രീലങ്കയുടെ അപരാജിതമായ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ പോരാട്ട വീര്യം കണ്ട ഒരു 5-ാം ദിവസമാണ് നമ്മൾ കണ്ടത്. അവർ 3 വിക്കറ്റുകൾ മാത്രമാണ് ശ്രീലങ്കയുടെ വിക്കറ്റുകളായിട്ട് ഇന്ത്യക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവരൊരു വീരോചിതമായ സമനില ശ്രീലങ്ക പിടിക്കുകയായിരുന്നു. ഇന്ത്യ 1-0 ഈ ഒരു പരമ്പര നേടിയിരിക്കുകയാണ്. പരമ്പരയുടെ കണ്ടെത്തലായി സോനൽ ദിനിഷയും അതുപോലെ തന്നെ ദേവ്ദത്ത് പടിക്കലിനെ പോലുള്ള താരങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കായിക വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.